കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച ഭാരതീയരിൽ 31 പേരുടെ മൃതദേഹം കേരളത്തിലെത്തിച്ചു. കൊച്ചി വിമാനത്താവളത്തിൽ പൊതുദർശനമടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹങ്ങൾ വിവിധ ജില്ലകളിലെ സ്വന്തം വീടുകളിലേക്ക് ഉടൻ തന്നെ എത്തിക്കും. ദുരന്തത്തിൽ മരിച്ച 45 ഭാരതീയരുടെ മൃതദേഹങ്ങളുമായാണ് പ്രത്യേക വ്യോമസേന വിമാനം രാവിലെ 10:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരുടെ മൃതദേഹങ്ങൾ പിന്നീട് ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. വിവരങ്ങളുമായി വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലോട്ടുമടം ചേരുന്നു. അഖിൽ, ഈ പൊലിഞ്ഞ ജീവനുകളിൽ ഒന്ന് തലസ്ഥാന ജില്ലാ നിവാസി കൂടിയാണ്. എന്തായാലും ആ നടുക്കം വിട്ടുമാറാതെ ബന്ധുക്കളും നാട്ടുകാരും മാത്രമല്ല, കേരളക്കരെ ആകെ. തലസ്ഥാന ജില്ലയിൽ 2 പേരുടെ മരണമാണ് കുവൈറ്റിൽ അഗ്നിക്ക് ഇരയായിട്ടുള്ളത്. ഒന്ന് ഈ വട്ടപ്പാറ സ്വദേശിയായിട്ടുള്ള അരുൺ ബാബുവിൻ്റെയും മറ്റൊന്ന് വർക്കല ഇടവ സ്വദേശിയായ ശ്രീജേഷിൻ്റെയുമാണ്. 2 പേരുടെ മരണമാണ് കുവൈറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് അരുൺ ബാബുവിൻ്റെ ഭാര്യയുടെ വസതിക്ക് മുമ്പിലാണ്. ഇവിടെ ആദ്യം അരുണിൻ്റെ മൃതദേഹം എത്തിക്കുക ഭാര്യയുടെ ഈ പൂവത്തൂരുള്ള, അതായത് വെമ്പായം വട്ടപ്പാറയ്ക്ക് അടുത്തുള്ള പൂവത്തൂർ എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് ആദ്യം അരുണിൻ്റെ മൃതദേഹം എത്തിക്കുക. അരുണിൻ്റെ മൃതദേഹം, കാര്യം ഭാര്യയും കുട്ടികളും ഒക്കെ തന്നെ താമസിക്കുന്നത് ഇവിടെയാണ്. മക്കളുടെ പഠനാവശ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഭാര്യ വിനീത ഇങ്ങോട്ട് താമസം മാറിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മക്കളെ കാണുന്നതിലേക്ക് വേണ്ടി മക്കൾക്ക് അവസാനമായിട്ടെങ്കിലും അച്ഛനോടൊപ്പം അല്പസമയം യാത്ര ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടുമാണ് ആദ്യം ഇവിടേക്ക് അരുണിൻ്റെ മൃതദേഹം എത്തിക്കുന്നത്. ഇവിടെ നിന്നും അരുണിൻ്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള ഉഴമലക്കലിന് കൊണ്ടുപോകും. അവിടെയാണ് അമ്മയും സഹോദരൻ അമലും ഉള്ളത്. അവിടെയാണ് മറ്റു സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടക്കുക. എന്തായാലും നാട് മുഴുവൻ സങ്കടത്തിലാണ്. നേരത്തെ അനു സൂചിപ്പിച്ചതുപോലെ മലയാളികൾ എല്ലാവരും ഒരുപോലെ തന്നെ സങ്കടത്തിലാണ്. ഒരു കര കാണാൻ വേണ്ടിയിട്ടാണ് കടലിനക്കരെ പോകുന്നത്. വലിയ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ജീവിത യാഥാർത്ഥ്യങ്ങളെല്ലാം കെട്ടി ഉയർത്തുന്നതിലേക്ക് വേണ്ടി വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് അവർ കടലിനക്കരെ ഈ കാണാക്കയത്തിലേക്ക് പോകുന്നത്. പക്ഷേ ഇത് ഇപ്പോൾ 8 വർഷമായി അരുണ് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞ കോവിഡിൻ്റെ 2 വർഷക്കാലമാണ് തിരികെ എത്തിയിരുന്നത്. കോവിഡിന് ശേഷം അരുണ് വീണ്ടും ഈ പോയിട്ട് 8 മാസം തികയുന്നതേ ഉള്ളൂ. അരുൺ രണ്ടാമതും ഈ കുവൈറ്റിലേക്ക് ജോലിക്കായി പോയതിനു ശേഷം. പക്ഷേ ഈ യാത്ര അരുണ് അത് വിട ചൊല്ലി ഇറങ്ങുന്നത് ഒരു അവസാന യാത്രയായി മാറുമെന്നത് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അരുണിനെ പറ്റി നല്ല വാക്കുകളാണ് പറയുന്നത്. സുഹൃത്തുക്കൾ എല്ലാവരും പറയുന്നത്. ഒരാൾ പോലും ഇവിടെ അരുണിനെ പറ്റി മോശമായി പറയുന്നതൊന്നും തന്നെ നമുക്ക് കേൾക്കാൻ സാധിച്ചില്ല. എന്തായാലും വലിയ സങ്കടത്തിൽ ഒരു നാട് മുഴുവൻ നിൽക്കുന്നുണ്ട്. അരുണിൻ്റെ മൃതദേഹം എത്താൻ ഏകദേശം വൈകുന്നേരത്തോടെയാകും എന്നറിഞ്ഞിട്ടും രാവിലെ മുതൽ ഇപ്പോൾ അരുണിൻ്റെ ഭാര്യയുടെ വീട്ടിൽ ആൾക്കാർ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. നാട്ടുകാർ നിൽക്കുന്നുണ്ട്, പ്രദേശവാസികൾ നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബന്ധുക്കൾ നിൽക്കുന്നുണ്ട്, അതുപോലെ കൂട്ടുകാരെല്ലാവരും നിൽക്കുന്നുണ്ട്. ഇതേ അവസ്ഥയിൽ തന്നെയാണ് അരുണിൻ്റെ ഉഴമലയ്ക്കുള്ള വീട്ടിലുമുള്ളത്. അവിടെയും ബന്ധുക്കളും സുഹൃത്തുക്കളും മറ്റു ആൾക്കാരുമടക്കം നിരവധി പേരാണ് അവിടെയും അരുണിനെ അവസാനമായി കാണുന്നതിലേക്ക് വേണ്ടി, അരുണിന് അന്ത്യയാത്ര നൽകുന്നതിലേക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്. എന്തായാലും കുവൈറ്റിലെ ഈ ദുരന്തം അത് കേരളത്തിൻ്റെ കൂടി ദുരന്തമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ സങ്കടത്തിൽ, വലിയ ദുഃഖത്തിൽ, വലിയ വേദനയോടുകൂടി തന്നെ ചേതനയേറ്റ ശരീരങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അവർ കണ്ണീരോടെ ഇനി പ്രിയപ്പെട്ടവരില്ല, ബന്ധുമിത്രാദികളില്ല എന്ന ആ യാഥാർത്ഥ്യബോധത്തെ തിരിച്ചറിയേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നു. എന്തായാലും ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി അരുണിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം വൈകുന്നേരം ഒരു 3-4 മണിയോടുകൂടി തന്നെ ഇവിടെ ആദ്യം എത്തും എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകം സജ്ജീകരിച്ച ആംബുലൻസിലാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ അരുണിൻ്റെ മൃതദേഹം ഗ്രാമപ്രദേശവാസികളും അതുപോലെ തന്നെ ബന്ധുക്കളും എല്ലാം തന്നെ സ്വീകരിക്കും. ഇവിടെ ഭാര്യ വീട്ടിൽ പൊതുദർശനത്തിന് വച്ചതിനു ശേഷമായിരിക്കും അരുണിൻ്റെ മൃതദേഹം സ്വന്തം നാടായ ഉഴമലക്കയിലേക്ക് കൊണ്ടുപോവുക. അവിടെയാണ് മറ്റു ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിക്കുക. അവിടെ അരുൺ വീട് വെക്കുന്നതിലേക്ക് വേണ്ടി വാങ്ങിയ വസ്തുവിലായിരിക്കും അരുണിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിലൊരു അന്തിമമായ ഒരു തീരുമാനം എത്തിയിട്ടില്ല. പക്ഷേ എന്തായാലും ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തണമെന്നതൊരു ആവശ്യമായി തന്നെ നേരത്തെ അരുണിൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് നമ്മളോട് സംസാരിച്ചിരുന്നു. കാരണം അത്തരത്തിലൊരു വേദന ഇനി സഹിക്കാൻ സാധിക്കില്ല എന്നൊരു കാര്യം കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരു നാടിനെ മുഴുവൻ സങ്കടത്തിലാക്കി, വരുന്നവരെല്ലാം ദുഃഖത്തിലാക്കി,
ബാക്കി നിൽക്കുന്നവരെല്ലാം വീണ്ടും വീണ്ടും വേദനയിലാഴ്ത്തുന്ന ഒരു സംഭവമായി ഇത് മാറുകയാണ്. കത്തിയെരിഞ്ഞ ആ തീഗോളം അത് വലിയ സങ്കടമായി ലോകം മുഴുവൻ മാറുന്നതിൽ ഏറ്റവും കൂടുതൽ സങ്കടം അത് മലയാളിക്ക്, കേരളത്തിനായി മാറുന്നു എന്നതാണ് ഒരു നേർക്കാഴ്ചയായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. അനു, 23 മലയാളികളുടെ മൃതദേഹമാണ് ഇന്ന് കേരളക്കര ഏറ്റുവാങ്ങിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് വ്യോമസേനയുടെ പ്രത്യേക വിമാനം രാവിലെ 10:30 ഇറങ്ങിയതും. അവിടെ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, തത്സമയം അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരുന്നു. തീർത്തും സങ്കടക്കടലായി മാറുന്ന ഒരു കാഴ്ച രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇന്ന് ഉണ്ടായി. അനു പറഞ്ഞതുപോലെ തന്നെ ഒരു നാടിനെ ആകെ സങ്കടക്കടലിൽ ആഴ്ത്തി തന്നെയായിരുന്നു ഇന്ന് ഇവരുടെ ചേതനയേറ്റ മൃതദേഹങ്ങൾ എത്തിയത്. 31 പേരുടെയും ചേതനയേറ്റ മൃതദേഹങ്ങൾ കൊച്ചിയിലേക്ക് എത്തിയത്. ഒരു അപ്രതീക്ഷിതമായ ദുരന്തം തീപിടുത്തത്തിൻ്റെ രൂപത്തിലെത്തുന്നു. മലയാളികളടക്കം നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. രാജ്യത്തിനാകെയും മലയാളികൾ എല്ലാം തന്നെ വേദനയുടെ നിമിഷങ്ങൾ തന്നെയായിരുന്നു അത് സമ്മാനിച്ചത്. ഇന്ന് രാവിലെ 10:30 തന്നെ ഇവരുടെ ഭൗതിക ശരീരങ്ങൾ, മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വ്യോമസേനയുടെ പ്രത്യേക വിമാനം കൊച്ചിയിലെത്തി, കൊച്ചി കാർഗോയിലെത്തി. അവിടെ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും അടക്കം മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. അതിനുശേഷം അന്തിമോപചാരം അർപ്പിച്ചു. രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ള ആളുകൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളും സംസ്ഥാന മന്ത്രിമാരും ചേർന്നാണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത്. നടപടികൾ പൂർത്തിയാക്കി പൊതുദർശനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അല്പം വൈകിയിരുന്നു. 11:30 ശേഷമാണ് ഈ പൊതുദർശനത്തിലേക്ക്, 12 മണിയോടടുത്ത സമയത്താണ് പൊതുദർശനം ആരംഭിച്ചത്. എന്നാൽ അധിക സമയം പൊതുദർശനം നീണ്ടില്ല. കാരണം കൂടുതൽ വൈകുമ്പോൾ അടുത്ത ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ അവരുടെ വീടുകളിൽ കാത്തു നിൽക്കുന്നു. പലരുടെയും മൃതദേഹങ്ങൾ വളരെ ദൂരേക്ക് എത്തിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ ഈ ദുരന്തത്തിൻ്റെ ഇരകളായി മാറിയിരുന്നു. അവരുടെ വീടുകളിലെല്ലാം തന്നെ അവരുടെ പ്രിയപ്പെട്ട ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം മൃതദേഹം എത്തുന്നതും കാത്തിരിക്കുകയായിരുന്നു. ഒരു നോക്ക് കാണുക എന്ന് പറയുമ്പോൾ അവരെ കാണാൻ കഴിയില്ല. എംബാം ചെയ്ത് പൂർണ്ണമായും അടച്ച് ഉള്ള ബോക്സുകളിലായാണ് മൃതദേഹം എത്തിച്ചിരുന്നത്. അവരുടെ ചേതനയേറ്റ ശരീരം അവസാനമായി ഒരു നോക്ക് എത്തുന്നത് കാത്ത് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെയും ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിവേഗത്തിൽ തന്നെ ഇവിടെ അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങുകൾ പൂർത്തിയാക്കുകയായിരുന്നു. 23 മലയാളികൾ, 7 തമിഴ്നാട് സ്വദേശികൾ ആയിരുന്നു. പ്രധാനമായും ഒരു കർണാടക സ്വദേശിയുമാണ് ഇതിൽ ഇന്ന് മൃതദേഹങ്ങൾ കൊണ്ടുവന്നിരുന്നത്. ഇവിടെ ഭൗതിക ശരീരങ്ങൾ ഇവിടെ പൊതുദർശനത്തിന് വെച്ചു. മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി ആണ് മൃതദേഹത്തെ അന്തിമോപചാരം അർപ്പിച്ചത്. അതിനുശേഷം അവരുടെ നാടുകളിലേക്ക്, അവരുടെ വീടുകളിലേക്ക് മൃതദേഹം എത്തിച്ചു. തമിഴ്നാട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിന്, ഏറ്റുവാങ്ങുന്നതിന് തമിഴ്നാട് മന്ത്രി തന്നെ നേരിട്ട് എത്തിയിരുന്നു. കർണാടകവും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉദ്യോഗസ്ഥർ നേരിട്ട് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്ന അടക്കമുള്ള നടപടികൾ അവർ ഏകോപിപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ മൃതദേഹങ്ങൾ അവരുടെ വീടുകളിലേക്ക് എത്തി. ദൂരെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും മൃതദേഹങ്ങൾ എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. തമിഴ്നാട്ടിലേക്ക് 6-7 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമായിരിക്കും ഭൗതിക ശരീരം എത്തുക. പലരുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്നല്ല നടക്കുന്നത്. നാളെയും തിങ്കളാഴ്ചയും എല്ലാമായിട്ടാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അടുത്ത ബന്ധുക്കളടക്കം നിരവധി ആളുകൾ രാവിലെ തന്നെ 6 മണി മുതൽ തന്നെ നെടുമ്പാശ്ശേരിയിലെ കാർഗോ കോംപ്ലക്സിന് അടുത്ത് പൊതുദർശന സ്ഥലത്തെത്തിയിരുന്നു. അവിടെ വെച്ച് തന്നെ അന്തിമോപചാരം അർപ്പിക്കുന്നതിനും മൃതദേഹത്തെ അനുഗമിക്കുന്നതിനും വേണ്ടിയായിരുന്നു അവരവിടെ എത്തിയത്. ആംബുലൻസുകൾ ഓരോ മൃതദേഹത്തോടൊപ്പവും ഓരോ മൃതദേഹം കൊണ്ടുപോകുന്നതിനും പ്രത്യേകമായി ആംബുലൻസുകൾ നോർക്ക റൂട്ട്സ് തയ്യാറാക്കിയിരുന്നു. ഒപ്പം തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ജില്ലാ ഭരണകൂടവുമെല്ലാം മുഴുവൻ സമയം അത് ശക്തമായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു. ഒരു ആംബുലൻസിൽ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ അനുഗമിച്ചു. ഒരു പോലീസ് ജീപ്പ് ഇതിനെ എസ്കോർട്ടായിട്ട് തന്നെ പോവുകയും ചെയ്തു. അതിന് പിന്നാലെ ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരെയും പ്രത്യേകമായി തന്നെ നിയോഗിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ, മൃതദേഹങ്ങൾ ആ വീടുകളിൽ എത്തിക്കുന്നത് അടക്കമുള്ള തുടർ നടപടികളെല്ലാം തന്നെ നടത്തുന്നതിനും അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനും ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനും എല്ലാം തന്നെ ഉദ്യോഗസ്ഥ തലത്തിലും കാര്യങ്ങൾ നീക്കുകയും ചെയ്തു. അങ്ങനെ 1 മണിയോടുകൂടി തന്നെ മൃതദേഹങ്ങൾ തിരിച്ചു കൊണ്ടുപോയി. ആദ്യം മലയാളികളുടെ മൃതദേഹങ്ങളാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയത്. അതിനുശേഷം തമിഴ്നാട്
മന്ത്രി ഏറ്റുവാങ്ങിയ മൃതദേഹങ്ങൾ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, തൂത്തുക്കുടി അടക്കം ചെന്നൈ അടക്കമുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളായിരുന്നു മരണത്തിന് കീഴടങ്ങിയത്, ഈ ഒരു ദുരന്തത്തിൻ്റെ ഇരകളായി മാറിയത്. അവരുടെ മൃതദേഹങ്ങൾ ഇവിടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പേപ്പർ ജോലികൾ കൂടി അതിവേഗത്തിൽ അവിടെ വെച്ച് തന്നെ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുകയായിരുന്നു ചെയ്തത്. ആ മൃതദേഹങ്ങളും കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ നാടിനെ കണ്ണീരിലാക്കിയ ആ ദുരന്തത്തിൻ്റെ ഇപ്പോഴും വിറങ്ങലിച്ചു നിൽക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ നാട് നിൽക്കുന്നു. അവരുടെ സംസ്കാര ചടങ്ങുകളിലേക്കും അന്ത്യശുശ്രൂഷ ചടങ്ങുകളിലേക്കും അന്തിമോപചാരം വീടുകളിലേക്ക് അർപ്പിക്കുന്ന ഘട്ടത്തിലേക്കും എല്ലാം കടക്കുന്നു. അടുത്ത ബന്ധുക്കളടക്കം നിരവധി ആളുകൾ രാവിലെ എത്തിയിരുന്നു. അവരെ രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും എല്ലാം എത്തി ആശ്വസിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് രാവിലെ മുതൽ തന്നെ കാണാൻ കഴിഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ എത്തി ഓരോ ആളുകളെയും നേരിൽ കണ്ട് അവരോട് സംസാരിച്ചു, അവരെ ആശ്വസിപ്പിച്ചു. അവർക്കുള്ള എല്ലാ പിന്തുണയും, കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും ഏത് ഘട്ടത്തിലും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി. പിന്നീടും ആളുകൾക്കൊപ്പം തന്നെ, ആ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം തന്നെയായിരുന്നു അദ്ദേഹം ചെലവഴിച്ചത്. അതിനുശേഷം മാത്രമാണ് മൃതദേഹങ്ങൾ എത്തിയ ഘട്ടത്തിൽ, എംബാം ചെയ്ത മൃതദേഹങ്ങൾ വലിയ പെട്ടികളിലായി അവിടെ കൊണ്ടുവന്ന ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് അദ്ദേഹം ഈ ബന്ധുക്കളുടെ അടുത്ത് നിന്ന് മൃതദേഹം അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങുകളിലേക്കായി കടന്നുപോയത്. പിന്നീട് ബന്ധുക്കൾ അന്തിമോപചാരം അർപ്പിച്ചു. ഒപ്പം തന്നെ അവിടെ നിരവധി ആളുകൾ, ആ പ്രദേശത്തുള്ള ആളുകളും ജീവനക്കാരും അടക്കം, എയർപോർട്ട് ജീവനക്കാരും അടക്കമുള്ള നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ അന്തിമോപചാരം അർപ്പിച്ച ശേഷം അധികം വൈകാതെ, കൂടുതൽ സമയം വൈകിക്കാതെ വളരെ വേഗത്തിൽ തന്നെ മൃതദേഹങ്ങൾ ഓരോരുത്തരുടെയും നാടുകളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അനു, തീർച്ചയായും മരിച്ചവരിൽ ഏറ്റവും കൂടുതലുള്ളത് പത്തനംതിട്ട ജില്ലക്കാരാണ്. എന്തായാലും പത്തനംതിട്ട സ്വദേശികളുടെയും മൃതദേഹങ്ങളൊക്കെ തിരുവല്ല ഇടിഞ്ഞിലത്ത് വെച്ചായിരിക്കും ജില്ലാ ഭരണകൂടവും പോലീസും ചേർന്ന് ഏറ്റുവാങ്ങുക. ഇടിഞ്ഞിലത്ത് നിന്ന് മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമാണ്. കാരണം ഏറ്റവും അധികം പ്രവാസികൾ അവിടെയാണ് മരിച്ചതായുള്ള റിപ്പോർട്ടുകൾ വന്നതും. ാണ് ഞാൻ നിൽക്കുന്നത്. ഇടിഞ്ഞിലത്ത് 2:30 കൂടി ഭൗതികദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇവിടേക്ക് എത്തുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ കളക്ടർ ഇവിടെ ഇടിഞ്ഞിലത്ത് എത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ കളക്ടറും ഇവിടേക്ക് എത്തും എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആലപ്പുഴയിലുള്ള മാത്യു തോമസ് ഒപ്പം പത്തനംതിട്ട സ്വദേശികളായ മറ്റ് 5 ആളുകളുടെയും ഭൗതികദേഹങ്ങൾ ഇവിടെ വെച്ചായിരിക്കും ജില്ലാ ഭരണകൂടം, ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ ഏറ്റുവാങ്ങുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി മുരളീധരൻ നായർ മാത്രമായിരിക്കും, മുരളീധരൻ നായരുടെ മാത്രം സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടക്കുക. ബാക്കി 4 പേരുടെയും മൃതദേഹങ്ങൾ സ്വകാര്യ ആശുപത്രികളിലേക്ക്, മോർച്ചറിയിലേക്ക് മാറ്റും. അതിനുശേഷം നാളെയും നാളെ കഴിഞ്ഞും തിങ്കളാഴ്ചയുമായിട്ടാണ് ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ആളുകളുടെ എല്ലാം ബന്ധുക്കളടക്കമുള്ള ആളുകൾ പുറത്തുനിന്നും വിദേശത്തു നിന്നും അടക്കം വരാനുണ്ട്. അതുകൊണ്ടാണ് തിങ്കളാഴ്ച വരെ ഈ സംസ്കാര ചടങ്ങുകൾ വൈകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മുരളീധരൻ നായരുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വീട്ടിൽ വാഴമുട്ടം സ്വദേശിയാണ്. അവിടെ വീട്ടിൽ അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ടെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ കളക്ടറും ഇവിടെ നിന്ന് ഭൗതികദേഹങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷം ആംബുലൻസുകൾ മോർച്ചറികളിലേക്കും ഒപ്പം തന്നെ മുരളീധരൻ നായരുടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും നീങ്ങുമ്പോൾ മുരളീധരൻ നായരുടെ മൃതദേഹത്തിനൊപ്പം ആംബുലൻസിനൊപ്പം വീട്ടിലേക്ക് പോകും എന്ന നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ ആംബുലൻസ് വ്യൂഹം വിലാപയാത്രയായി എന്ന് തന്നെ പറയും. അങ്ങനെ തന്നെ ഈ പത്തനംതിട്ടയിലേക്ക് ഏറ്റവും കൂടുതൽ ഈ ദുരന്തത്തിൻ്റെ ആഘാതമുണ്ടായിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. 5 പേരാണ് പത്തനംതിട്ട സ്വദേശികളായുള്ളവർ ഈ ദുരന്തത്തിന് ഇരയായി ജീവൻ വെടിഞ്ഞത്. ഈ ആളുകളുടെ എല്ലാം 5 പേരുടെയും ചേതനയേറ്റ ശരീരം ഇവിടെ നിന്നും അടുത്ത മാസങ്ങളിൽ നേരിട്ട് കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ കഴിഞ്ഞു പോയിരുന്ന ആളുകൾ അവരുടെ ആ ചേതനയേറ്റ ശരീരം ഇവിടേക്ക്, ഈ നാട്ടിലേക്ക്, അതിർത്തിയിലേക്ക് എത്തുമ്പോൾ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നാട്ടുകാരും ബന്ധുക്കളും ജില്ലാ ഭരണകൂടവും പോലീസ് മേധാവിയും ഒക്കെ അടക്കമുള്ള ആളുകൾ ഇവിടെ സജ്ജമായിട്ടുണ്ടെന്നാണ് നിലവിൽ. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും എല്ലാം പൂർത്തിയായിരിക്കുന്നു. പന്തളം സ്വദേശി ആകാശിൻ്റെ സംസ്കാര ചടങ്ങുകൾ നാളെയാണ് നടക്കുക. മറ്റു ആളുകളുടെ ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി നടക്കും. ഇന്ന് മുരളീധരൻ നായരുടെ മാത്രം സംസ്കാര ചടങ്ങുകളാണ് ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ ഭൗതികദേഹം എത്തിച്ചതിന് ശേഷം പൂർത്തീകരിക്കുക. ഇനി 2:30 ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇവിടേക്ക് എത്തും. പത്തനംതിട്ട ജില്ലാ കളക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ കളക്ടറും ഇവിടെ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള മറ്റ് ആളുകൾ, ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെല്ലാം ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ തീരാ സ്വപ്നത്തിൻ്റെയും നിറം മങ്ങിയ പ്രവാസ ജീവിതത്തിൽ നിറം പകരുന്ന പ്രവാസ ജീവിതത്തിൻ്റെ ഇടവേളകളിലുള്ള നാട്ടിലേക്ക് എത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകളും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടി വരുന്ന ആളുകളായിരുന്നു ഈ പത്തനംതിട്ട സ്വദേശികളെല്ലാം. പന്തളം സ്വദേശിയായ ആകാശിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മാസം ഓഗസ്റ്റിൽ ഈ നാട്ടിലേക്ക് എത്താൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. ആകാശ് 31
തീർച്ചയായും അപ്പോഴാണ് ആകസ്മികമായി മരണം കടന്നു വന്നത്. പന്തളം സ്വദേശിയാണ് ആകാശ് എസ് നായർ. ആകാശിൻ്റെ സംസ്കാര ചടങ്ങുകൾ നാളെയായിരിക്കും നടക്കുക എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. PV മുരളീധരൻ വാഴമുട്ടം സ്വദേശി, അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും ഇടിഞ്ഞില്ലത്ത് വെച്ചായിരിക്കും ജില്ലാ ഭരണകൂടവും പോലീസും ഈ 5 മൃതദേഹവും ഏറ്റുവാങ്ങുക.